കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പ്രവർത്തനരഹിതം. പിരിച്ച തുകയുടെ വിശദാംശങ്ങൾ നിലവിൽ ആപ്പിൽ ലഭ്യമല്ല. കോൺഗ്രസിന്റെ 100 വീട് പദ്ധതി അനിശ്ചിതത്വത്തിൽ ആയതിനു പിന്നാലെയാണ് ഫണ്ട് ആപ്പും പ്രവർത്തനരഹിതമായത്. ആപ്പ് നിലവിൽ സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. പി വി കുട്ടൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. കുട്ടൻ, ഈ പണം കൊടുത്തവരൊക്കെ ആപ്പിലായിരിക്കുകയാണോ? ഇപ്പോൾ ആപ്പും കാണാനില്ല എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ഈ വയനാട് സഹായത്തിനുള്ള ആപ്പിൽ ഇപ്പോൾ നമ്മൾ കയറുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടൻ? മനു, മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത്. ഫണ്ട് കളക്ഷന് വേണ്ടി പ്രത്യേക ആപ്പും ആരംഭിച്ചിരുന്നു. അതിനകത്ത് മൊത്തത്തിൽ പിരിച്ച തുക, ഇതുവരെ ചെലവഴിച്ച തുക, സംഭാവന തന്നവരുടെ വിശദാംശങ്ങൾ, ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ എന്നിവ ആപ്പിൽ ലഭ്യമാക്കുമെന്ന് പറഞ്ഞാണ് പിരിവ് നടത്തിയത്. സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ്. ഈ ആപ്പ് വഴിയൊക്കെ പിരിവ് നടത്തുമ്പോൾ ഇത്തരം വിശദാംശങ്ങളൊക്കെ അതിൽ സാധാരണ നൽകാറുണ്ട്. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആപ്പ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ആപ്പിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും. 2024 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആപ്പ് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നത്. ഒക്ടോബർ മുതൽ ആപ്പ് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മനു ചോദിച്ചത്, ഇപ്പോൾ ഈ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ ന്യൂ വേർഷൻ അവൈലബിൾ, താങ്ക് യു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് താങ്ക് യു ക്ലിക്ക് ചെയ്താൽ വീണ്ടും പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ തിരിച്ചു പോവുകയാണ്. സ്വാഭാവികമായും അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. സംഭാവന നൽകിയവർക്ക് പോലും ഈ ആപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. 3,14,00,000 രൂപ ആപ്പ് വഴി സമാഹരിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു വിശദാംശങ്ങളും നിലവിൽ ആപ്പിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ 100 വീട് പദ്ധതി അനിശ്ചിതത്വത്തിലായതിന് പിന്നാലെയാണ് ഫണ്ട് പ്രവർത്തനരഹിതമായിരിക്കുന്നത്. ആപ്പിൽ വിവരങ്ങൾ ഇത്തരത്തിൽ ലഭ്യമാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ദുരന്തം നടന്ന് 1 വർഷമായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്താത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനം. കുട്ടൻ ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ ആപ്പ് ഒന്ന് എടുക്കുകയായിരുന്നു, കോൺഗ്രസിന്റെ ആപ്പ്. സ്റ്റാൻഡ് വിത്ത് വയനാട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നാണ് ആ ആപ്പിന്റെ പേര്. ഞാൻ ജസ്റ്റ് ആപ്പൊന്ന് ഇങ്ങനെ എടുത്തു നോക്കും. അപ്പോൾ ഞാൻ ഈ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, ന്യൂ വെർഷൻ അവൈലബിൾ എന്ന് കാണാൻ കഴിയുന്നുണ്ട്, താഴെ താങ്ക് യു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ വെർഷൻ അവൈലബിൾ എന്നതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും പഴയ പേജിലേക്ക് ന്യൂ വെർഷൻ അവൈലബിൾ എന്ന പേജിലേക്ക് തിരികെ വരികയും ചെയ്യുന്നത്. അതല്ലാതെ മറ്റൊരു രീതിയിലും നമുക്കിത് തുറക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത. കുട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പരിശോധിച്ച് നോക്കുകയായിരുന്നു. അതേ മനു, ഇതിനകത്ത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് നമുക്ക് അതിന്റെ വിവരങ്ങൾ അറിയില്ല. ഇതിപ്പോ കോൺഗ്രസ് നേതാക്കൾ, അതോടൊപ്പം തന്നെ ഈ ആപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ സാങ്കേതിക വിദഗ്ധരൊക്കെയാണ് സംബന്ധിച്ചുള്ള മറുപടി പറയേണ്ടത്. പക്ഷെ എന്തായാലും സാധാരണ ഈ ആപ്പ് വഴിയൊക്കെ ഫണ്ട് പിരിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ മനു നോക്കിയതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴും ഇത് തന്നെയാണ് കാണുന്നത്. സാധാരണ പക്ഷെ അതിന്റെ ബാക്കപ്പിലേക്ക് പോയി മുഴുവൻ വിശദാംശങ്ങളും, ആരൊക്കെ പണം നൽകിയിട്ടുണ്ട്, എത്ര തുക നൽകി, അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഈ തുക ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ആപ്പിനകത്ത് ലഭ്യമാക്കേണ്ടതാണ്. അങ്ങനെ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒക്ടോബറിലല്ലേ ആപ്പ് ലോഞ്ച് ചെയ്തത് അല്ലേ കുട്ടൻ? ഒക്ടോബറിലല്ലേ ആപ്പ് ലോഞ്ച് ചെയ്തത്? ഒക്ടോബർ അല്ല, ആഗസ്റ്റ്. അതായത് ദുരന്തം കഴിഞ്ഞ ജൂലൈ മാസം അവസാനമാണ് നടക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് ഇതിനകത്ത് ഈ ഫണ്ടൊക്കെ വരുന്നത്. ഒക്ടോബറിലാണ് ഇതിന്റെ ലാസ്റ്റ് അപ്ഡേഷൻ കാണിക്കുന്നത്. മനു, ഓക്കെ, ഈ സാധാരണ ഈ പണം മുക്കിയത് കേട്ടിട്ടുണ്ട്, ഈ ആപ്പോടെ മുക്കി എന്നുള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടൻ. അതായത് ഒരു മനുഷ്യനും ഇതിനകത്ത് കയറി പരിശോധിക്കരുത്, പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു വിവരവും ലഭ്യമാകരുത്. അതുകൊണ്ട് എന്നതുകൊണ്ടാണോ ആപ്പടക്കം മുക്കിയിരിക്കുന്നത്? ചോദിച്ചാൽ ഇനി സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞ് ഒഴിയാനുള്ള സാധ്യതയുണ്ടോ കുട്ടൻ? സ്വാഭാവികമായും സാങ്കേതിക തകരാറെന്നൊക്കെ പറയും. പക്ഷെ മനു പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളീയ സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമാണ്. ഈ ആപ്പടക്കം മുക്കി എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല. അത് കോൺഗ്രസ് നേതാക്കളാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് കൃത്യ ഒരു ദുരൂഹതയുണ്ട്, ഒരു സംതിങ് റോങ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇതിനകത്ത് എല്ലാം സുതാര്യമാണ്. അതുകൊണ്ടാണ്
ആപ്പ് വഴി ഫണ്ട് പിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആപ്പ് വഴി പിരിക്കാൻ കാരണമായിട്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമുക്കറിയാം. മറ്റു രീതിയിൽ ഫണ്ട് പിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഫണ്ട് വിനിയോഗം എങ്ങനെയാണെന്ന് കേരളം ഒരുപാട് ഘട്ടത്തിൽ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് പോലും ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മുന്നിൽ വലിയ അനുഭവമായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത വേണം എന്നുള്ളത് കൊണ്ടാണ് ആപ്പ് വഴി ഇത്തരത്തിൽ ഫണ്ട് ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിന്റെ ഇപ്പോൾ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം ആപ്പടക്കം മുക്കുന്നത്. അതെ അതെ അതെ. കാരണം മനു, നമ്മൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഈ ആപ്പ് മുക്കുന്ന കാര്യം അന്നേരം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഈ 3,14,00,000 രൂപ ആപ്പ് വഴി പിരിച്ചിട്ടുണ്ട്. അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ്, അതായത് മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളോ ക്രമക്കേടുകളോ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആപ്പ് വഴി ഫണ്ട് പിരിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എന്താണ്, നമ്മുടെ ആപ്പ് പരിശോധിക്കുമ്പോൾ അതുൾപ്പെടെ പൂർണ്ണമായും അതിന്റെ ഒരു വിശദാംശങ്ങളും ഒരു വിവരങ്ങളും ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വലിയ ചർച്ചയാകും. കാരണം ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ വലിയ രീതിയിൽ ഡെവലപ്പ് ആവുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കേട്ടോ, ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ അതേപടി അവിടെ നിൽക്കുന്നുണ്ട്. അത് അടിച്ചുകൊണ്ട് പോകാണ്ടിരുന്ന ഭാഗ്യമായി, അല്ലെങ്കിൽ അതും ഉണ്ടാകുമായിരുന്നില്ല. അല്ല, ഞാൻ തമാശ പറഞ്ഞാലോ കൂട്ടൻ, കാരണം ഇതുപോലൊരു തട്ടിപ്പ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കൂ, അവർ പറയുന്നത് എന്താണ്, നമ്മളോട് പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ആപ്പ് വഴിയാണ് പിരിക്കുന്നത്. കൊള്ളാം, നല്ലത് തന്നെ, കാരണം അതിലൊരു സുതാര്യതയുണ്ടല്ലോ, ആർക്കും കയറി പരിശോധിക്കാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ വഴിയാകുമ്പോൾ ആര് എത്ര തുക നൽകി, എവിടെ നിന്ന് എത്രയൊക്കെ സംഭാവനകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പിരിച്ചത്? ആ മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ പേര് പറഞ്ഞുകൊണ്ടല്ലേ പിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ സുതാര്യത വരുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത എത്രയോ മനുഷ്യർ തുക നൽകിയിട്ടുണ്ടാകാം. കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അവർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തുക നൽകിയിട്ടുണ്ടാകാം. അതിലൊരു സുതാര്യതയുണ്ട്, ആപ്പുമുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ വിശ്വാസ്യത വന്നിട്ടുണ്ടാകാം. അങ്ങനെ വിശ്വസിച്ച മനുഷ്യരെ അടക്കമല്ലേ ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത് കൂട്ടൻ? തീർച്ചയായും മനു, കാരണം ഞങ്ങൾ ഇതിന്റെ ഒരു അന്വേഷണത്തിലേക്ക്, ഈ ആപ്പിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് പോകാൻ തന്നെ കാരണം ഈ ആപ്പ് വഴി പണം നൽകിയ ഒരു കോൺഗ്രസിലെ തന്നെ ഒരു അനുഭാവിയായ ഒരു പ്രധാനപ്പെട്ട ഒരു ആൾ നമ്മളോട് ഇത്തരത്തിലൊരു വിഷയം പങ്കുവച്ചു. അതായത് നമ്മൾ ഇത്തരത്തിൽ ആപ്പ് വഴി പണം നൽകി, പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നില്ല. നേരത്തെ ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുള്ള തുടക്കഘട്ടത്തിൽ പറഞ്ഞത് ആരൊക്കെ പിരിവ് തന്നു, എത്ര പണം തന്നു, ഈ പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു ഉൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിനകത്ത് ഇതിന്റെ ബാക്കപ്പിൽ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും സുതാര്യമായത് പരിശോധിക്കാൻ വേണ്ടി പറ്റും ഈ ആപ്പിനകത്ത് കയറിയാൽ എന്നുള്ളതായിരുന്നു ഇവരോടൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു തുക നൽകിയ ഒരാൾ ഇതിനിടയ്ക്ക് രസകരമായ ഒരു കമന്റ് വന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതായത് ഇനി ആപ്പ് നന്നാക്കാൻ എന്ന പേരിൽ അടുത്ത പിരിവുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. അത് ഈ വലിയ രീതിയിലുള്ളൊരു ചർച്ച കേരള സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് മനു. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് ഒരു ഘട്ടത്തിൽ വരുന്നു, മുസ്ലിം ലീഗിന്റെ ഈ ക്രമക്കേടുകൾ, അതായത് ചെറിയ വിലയുള്ള ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങുന്നു. അതിന്റെ പിറകെ ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും വയനാട് തൃക്കൈപ്പറ്റ വില്ലേജിൽ അവിടെ ഒരു ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഭൂമിയാണ് ഇത്തരത്തിൽ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി എടുക്കുന്നത്. അതും വലിയ വില നൽകി എടുക്കുന്നു എന്നൊക്കെ ആരോപണം വയനാട്ടിലെ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം നേതാക്കളൊക്കെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതും ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഒരു വിവരങ്ങളും ലഭ്യമല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് എന്ത് മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വം പറയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും മനു. മിക്കവാറും ഗൂഗിൾ അടക്കം ഇടപെട്ട് കുളവാക്കിയെന്നായിരിക്കും ഇനി പറയാൻ വേണ്ടി പോകുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പണ്ടേ കുട്ടൻ, അതാണ് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്. കുട്ടൻ, ഒരു കാര്യം കൂടി, 3.14 കോടി രൂപയാണല്ലേ പിരിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ആപ്ലിക്കേഷനിൽ ഉണ്ടാകും എന്ന ഉറപ്പായിരുന്നു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം നമുക്ക് നൽകിയിരുന്ന, അല്ലേ? അതെ അതെ, 3,14,00,000 രൂപ പിരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് നമ്മുടെ വ്യക്തിപരമായ സംഭാഷണത്തിനിടയിലൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്, സുതാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ, മനു ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടു, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടു, അതുമായി ബന്ധപ്പെട്ട ഒരു ബാക്കപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശദാംശങ്ങളും ഇതിനകത്ത് ലഭ്യമല്ല എന്നുള്ളതാണ് മനു. ശരി കുട്ടൻ, ഓക്കെ, താങ്ക് യു. രാവിലെ ഈ സമഗ്രമായ ഈ ഒരു നാടിനെ മുഴുവൻ ആപ്പിലാക്കിയ കോൺഗ്രസിന്റെ ഈ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്. കുട്ടൻ, ഈ പറഞ്ഞതിന് ശേഷവും ഞാൻ ഒരിക്കൽ കൂടി ആ ആപ്പ് പരിശോധിക്കുകയുണ്ടായി. ഇനി ഈ പറയുന്ന സമയത്തെങ്ങാനും പ്രവർത്തന സജ്ജമാവുകയാണെങ്കിൽ പരിശോധിക്കാമല്ലോ എന്ന് കരുതി. സ്റ്റാൻഡ് വിത്ത് INC എന്നാണ്, INC സ്റ്റാൻഡ് വിത്ത് വയനാട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നാണ് ആ ആപ്പിന്റെ പേര്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. ഇതാ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ വരുന്നു, നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്പ് എടുക്കുന്നു.
ഇതാണ് ആപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ അതിനുശേഷം അത് പ്ലേ സ്റ്റോറിൽ നിന്ന് സാധാരണ രീതിയിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ന്യൂ വേർഷൻ അവൈലബിൾ താങ്ക് യു എന്നാണ് നമുക്കതിൻ്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു 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 എഴുത്ത് കാണുമ്പോൾ ന്യൂ വേർഷൻ അവൈലബിൾ താങ്ക് യു എന്ന് കാണുമ്പോൾ നമ്മൾ ആ ന്യൂ വേർഷനിൽ ക്ലിക്ക് ചെയ്യും, ന്യൂ വേർഷനിലേക്ക് പോകാം എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ നമ്മൾ ആ ന്യൂ വേർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ്. അവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഹോം പേജിലേക്ക് അതേ രീതിയിൽ വരികയാണ്. അവിടെ സ്റ്റാൻഡ് വിത്ത് വയനാട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, ന്യൂ വേർഷൻ അവൈലബിൾ താങ്ക് യു എന്ന് വീണ്ടും കാണുന്നു. ആപ്പിൻ്റെ പരിപാടി, ആപ്പിൻ്റെ പ്രവർത്തനം അവിടെ അവസാനിക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവ് സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് അവർ ലോഞ്ച് ചെയ്ത ആപ്പിൻ്റെ അവസ്ഥ. ആര് പണം കൊടുത്തുന്നോ, എത്രയൊക്കെ സംഭാവന എവിടെ നിന്നൊക്കെ വന്നെന്നോ ഒരു മനുഷ്യനും മനസ്സിലാകില്ല ഈ ആപ്പിൽ കയറി നോക്കിയാൽ. ആപ്പിൽ നമുക്ക് കയറാൻ പറ്റുന്നില്ല, ഇതിനപ്പുറത്തേക്ക് ഹോം പേജിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ചോദിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പറയുമായിരിക്കും സാങ്കേതിക തകരാറാണെന്ന്. എനിക്ക് മനസ്സിലാകാത്തത് ഇവർക്ക് മാത്രം ഈ സാങ്കേതിക തകരാർ എവിടെ നിന്ന് വരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കണം, മണ്ണിനടിയിൽ പോയ പാവപ്പെട്ട മനുഷ്യരുടെ വേദന പറഞ്ഞാണ് നാട്ടിൽ നിന്ന് ഈ പണമെല്ലാം പിരിച്ചത്. ആ പണത്തിന്റെ കണക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആപ്പും പ്രവർത്തനരഹിതമല്ല. പണം കൊടുത്ത മനുഷ്യരെ മുഴുവൻ ആപ്പിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. 1-2 രൂപയല്ല, 3.14 കോടി രൂപ. ആ പണത്തിന് 100 വീട് വെക്കുമോ എന്നത് വേറെ കാര്യം. 100 വീട് പോയിട്ട് നമുക്കറിയാം 100 വീട് വെക്കാൻ കഴിയില്ല എന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് കേസും കൂട്ടവുമായിട്ട്. 88 ലക്ഷം രൂപ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് പിരിഞ്ഞു കിട്ടിയതത്രേ. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.